ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. പാലക്കാട് കൊടുവായൂരിനടുത്തുള്ള കാക്കിയൂരിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടമല ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ് കേട്ടോ കൂട്ടുകാരെ. വിശാലമായൊരു സ്ഥലത്തെത്തി വണ്ടി പാർക്ക് ചെയ്തു. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. സ്റ്റെമ്പൊക്കെ വെച്ച് പിച്ചൊക്കെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ മല കയറി തൊഴുതിറങ്ങുമ്പോഴേക്കും കാറിൻ്റെ ഗ്ലാസ് ഒന്നും കാണില്ല. വണ്ടി നേരെ മല അടിവാരത്തേക്ക് വിട്ടു. ചെറിയൊരു കാടിന് നടുവിലാണ് ഈ മല. മലയിലേക്ക് കയറാൻ സ്റ്റെപ്സ് ഉണ്ട്. എന്നാൽ അതിനടുത്ത് തന്നെ ആന കയറാനുള്ള വഴിയും കാണാം. ഉത്സവ സമയത്ത് ഇവിടെ ആനകൾ വരാറുണ്ട്. ഇവിടെ ഒരു വലിയ കിണറുണ്ട്. ഇതിനകത്തേക്ക് നോക്കുമ്പം വെള്ളത്തിന് വലിയ വൃത്തിയൊന്നും കാണുന്നില്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളെപ്പോലെ കുറേ പേർ മല കയറാനായി വന്നിട്ടുണ്ട്. ഏകദേശം 200-നടുത്ത് സ്റ്റെപ്സുകൾ ഉണ്ടാകാനാണ് സാധ്യത. ഇവിടെ ഇങ്ങനെയുള്ള കല്ലുകൾ കണ്ടു. അതിർ കല്ലാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ മല കയറി തുടങ്ങി. ആരെങ്കിലും കൃത്യമായി സ്റ്റെപ്സ് എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പാതി ദൂരം എത്തി. ഇപ്പോൾ സമയം 4:45. നമ്മൾ ആന കയറുന്ന വഴി കണ്ടില്ലേ, അതാണ് ഇത്. ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നീണ്ടു പോകുന്നുണ്ട്. ഉത്സവ സമയങ്ങളിൽ ഇതിലൂടെ ആളുകൾ ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പേടിയുണ്ട്. നമ്മൾ സ്റ്റെപ്പ് വഴിയാണ് കയറിയത്. നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ്. രണ്ട് സൈഡും നിറയെ മരങ്ങളുണ്ട്. ആകെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇഴജന്തുക്കളും പന്നിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനിയുമുണ്ട് സ്റ്റെപ്പുകൾ കുറേ. അമ്പലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മനോഹരമായ വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്. വൈകുന്നേരം വിളക്ക് വെക്കാനായി അമ്പലം തുറന്നിരിക്കുകയാണ്. എല്ലാ മലയാള മാസവും 1-ാം തീയതിയാണ് അമ്പലനട തുറന്ന് പൂജ ചെയ്യുന്നത്. ചരിത്രപ്രധാനമായൊരു ക്ഷേത്രമാണിത്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ അമ്പലം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. പിന്നീട് പുനരുദ്ധാരണം ചെയ്ത് പണിതാണ് ഈ ക്ഷേത്രം. വർഷങ്ങൾക്ക് മുമ്പ് ഈ കിടങ്ങ് ഒഴിച്ചു വൃത്തിയാക്കിയിരുന്നത്രേ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരുപാട് പുരാതനമായ സാധനങ്ങൾ കിട്ടി. വാള്, പരിച, ഓട്ടുപാത്രങ്ങൾ, നാണയങ്ങൾ, പീരങ്കിയുടെ ഉണ്ട, അങ്ങനെ പലതും. വിശേഷ ദിവസങ്ങളിൽ അമ്പലം തുറക്കാറുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും വിളക്ക് വയ്ക്കും. 4 ഭാഗത്തും ഇതുപോലുള്ള ഗേറ്റ് ഉണ്ട്. ഇതാണ് കിണർ. പക്ഷേ കിണറിനകത്ത് ഒട്ടും വെള്ളം കണ്ടില്ല. പക്ഷേ അമ്പലാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായി വേറൊരു കിണറുണ്ട്. അതിൽ നിറയെ വെള്ളവും കണ്ടു. നമുക്ക് ആ കിണറിനടുത്തേക്കൊന്ന് പോയി നോക്കാം. കിണറിൽ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. നെറ്റിട്ട് വെച്ചിട്ടുണ്ട് അഴുക്കൊന്നും വീഴാതിരിക്കാനായിട്ട്. സ്വാമി അയ്യപ്പനാണ് പ്രധാന പ്രതിഷ്ഠ. മലയാള മാസം 1-ാം തീയതി വരികയാണെങ്കിൽ 11 മണി വരെ അമ്പലനട തുറന്നിരിക്കും. ഇവിടെ രാവിലെയും വൈകിട്ടും ടൈമർ വെച്ച് പാട്ട് വെക്കുന്നുണ്ടെന്നാണ് കേട്ടത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ നിന്ന് കിട്ടുന്ന വൈബും വ്യൂവും ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതെല്ലാം ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. ആൻറ്റി കുറച്ച് നാരങ്ങ മിഠായി കൊണ്ടുവന്നു, അതും കഴിച്ചു. ഇതാണ് രാവിലെയും വൈകിട്ടും ഇവിടെ വിളക്ക് വയ്ക്കാൻ വരുന്ന മുത്തശ്ശൻ. ഈ ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ കാണുന്നതാണ് വാമല മുരുകക്ഷേത്രം. പാലക്കാടിൻ്റെ ചന്തം ഇവിടുത്തെ നെൽപ്പാടങ്ങളും കരിമ്പനകളും കനാലുകളും മറ്റുമാണ്. ഇവിടെ നിന്നാൽ അതെല്ലാം വേണ്ടുവോളം ആസ്വദിക്കാം. ഇവിടെ നിന്ന് നോക്കിയാൽ പല്ലശ്ശേന, കൊടുവായൂർ, പിന്നെ ചിതലിയിലുള്ള കാറ്റാടിയന്ത്രം, ചന്ദ്രനഗർ, അവിടെയുള്ള വിൻഫീൽഡ്സ്, നെല്ലിയാമ്പതി മലനിരകൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാം. അടുത്ത ഹൈലൈറ്റ് സൺസെറ്റാണ്. ആ മനോഹര ദൃശ്യം കാണാനും ക്യാമറയിൽ പകർത്താനുമാണ് വന്നവരെല്ലാം ഇവിടെ നിൽക്കുന്നത്. ഇവിടെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. സമയം പോകുന്നതേ അറിയില്ല. സൺസെറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടാവും. ഞങ്ങൾ മലയിറങ്ങി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും വേണം. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.